കുട്ടികൾ വീട്ടിലേക്ക് പോകണം. നിങ്ങൾക്കറിയാം, ഞങ്ങൾ ഇനി നാളെ മുതൽ ഇതിലൊരു തീരുമാനം ആയില്ല എങ്കിൽ ഞങ്ങൾ രാപ്പകൽ നിരാഹാര സമരത്തിലേക്ക് തന്നെ പോവുകയാണ്. ഞങ്ങളെ കുഞ്ഞുങ്ങളെ ഞങ്ങൾ ഇവിടെ കൊണ്ടുപോയിരുത്തും. ഞങ്ങളെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകേണ്ട കാര്യമില്ല, വിദ്യാലയത്തിലേക്ക് പോകേണ്ട കാര്യമില്ല. എന്താണെന്ന് എനിക്ക് തീരെ അറിയില്ല കേട്ടോ. വി.ഡി. സതീശൻ മേനോൻ ഗവൺമെന്റിന് ഈ ദളിതരായിട്ടുള്ള ആളുകളോട് ഭയങ്കര സ്നേഹമാണ്. അങ്ങനെ ആ സ്നേഹമുള്ളതുകൊണ്ട് തന്നെ എന്താ ചെയ്യാന്നറിയാവോ, അവര് മാന്യമര്യാദയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി എന്നൊക്കെ അവരങ്ങോട്ട് പിരിച്ചുവിടുന്നു. എന്റെ സുഹൃത്തുക്കളെ, പട്ടികവർഗ വിദ്യാർത്ഥികൾക്കായിട്ടുള്ള മെന്റർ ടീച്ചർമാരുടെ സേവനം നിർത്തലാക്കിയിരിക്കുന്നു. പട്ടികവർഗ വിദ്യാർത്ഥികൾക്കായിട്ടുള്ള മെന്റർ ടീച്ചർമാരുടെ സേവനം വേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉന്നതി കുട്ടികൾക്ക് ക്ലാസ് അവസാനിച്ചിരിക്കുന്നു എന്നർത്ഥം. ഇതെന്താ കാര്യം എന്ന് മനസ്സിലായോ? കഴിഞ്ഞ 9 വർഷമായിട്ട് ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള 300ഓളം അധ്യാപകരാണ് വർക്ക് ചെയ്തിരുന്നത്. എന്താണത്? ഈ ആദിവാസി കുട്ടികളുടെ കൊഴിഞ്ഞുപോക്ക്, പലവിധ കാരണങ്ങളും കൊണ്ടാണ് കൊഴിഞ്ഞുപോക്ക് ഉണ്ടാകുന്നത്. ഈ കൊഴിഞ്ഞുപോക്ക് തടയുകയും ആ ആദിവാസി കുട്ടികൾക്ക് കൃത്യമായിട്ടും വിദ്യാഭ്യാസം കിട്ടണം എന്ന വാശി പുറത്താണ് പിണറായി വിജയൻ ഗവൺമെന്റ്, പച്ചയ്ക്ക് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ്, ഒരു തീരുമാനമെടുത്തത്. അവർക്ക് പഠന പിന്തുണ നൽകണം, അവർക്ക് സഹായങ്ങൾ നൽകണം, അവർക്ക് അതിന്റെ ഭാഗമായിട്ട് അവരെ ഏകോപിപ്പിക്കാനും അവര് കൊഴിഞ്ഞുപോക്ക് തടയുവാനൊക്കെ ആയിട്ട് വിവരവും വിദ്യാഭ്യാസമുള്ള അഭ്യസ്ത വിദ്യരായിട്ടുള്ള ഈ കുറച്ച് അധ്യാപകരെ, മെന്റർ അധ്യാപകരെ നമ്മുടെ പിണറായി വിജയൻ ഗവൺമെന്റ് നിയമിച്ചു. ഇത് നടക്കുന്ന 2017 സംഗതിയാണ് ഞാൻ ഈ പറയുന്നത്. അങ്ങനെ നമ്മുടെ ജില്ലയിലെ ഏകദേശം 241ഓളം പേരാണ് ഈ ജോലി ചെയ്തിരുന്നത്, ഈ മെന്റർ അധ്യാപകരായിട്ട്. ഈ 241, 1, 2, 3 അല്ല സുഹൃത്തുക്കളെ, 241 ആദിവാസികളായിട്ടുള്ള ഇത്തരം ആളുകളൊക്കെ പഠിപ്പിച്ചിരുന്ന അതേ വിഭാഗത്തിൽ തന്നെയുള്ള ആളുകളുടെ ജോലിയാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് സംഭവിക്കാൻ പോകുന്നത് ഒരൊറ്റ കാര്യം മാത്രമാണ്. ആദിവാസി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ പഠിക്കുന്നുണ്ടെങ്കിൽ ആ പരിപാടി നിൽക്കും. 241ഓളം ആളുകളോട് വീട്ടിൽ പോയിരിക്കാൻ പറഞ്ഞിരിക്കുകയാണ് വി.ഡി. സതീശൻ മേനോൻ ഗവൺമെന്റ്. എന്തിന്? ആദിവാസികൾ പഠിക്കണ്ട, ഇവിടെ പഠിക്കേണ്ട ചില ആളുകളൊക്കെ ഉണ്ട്. ചില ഉന്നത കുലജാതന്മാര് മാത്രം പഠിച്ചാൽ മതി, അവർക്ക് മാത്രം ജോലി കിട്ടിയാൽ മതി എന്നുള്ള സംഗതിയാണ്. എന്റെ സുഹൃത്തുക്കളെ, LP വിഭാഗത്തിൽ മെന്റർ അധ്യാപകരെ നിയമിച്ചതോടെ ആദിവാസി വിദ്യാർത്ഥികൾക്ക് അവരുടെ ഭാഷയിൽ പഠിക്കാൻ സാധിച്ചു. വിദ്യാർത്ഥികളുടെ കൊഴിഞ്ഞുപോക്ക് ഗണ്യമായി കുറഞ്ഞു. ഒരുപാട് കുട്ടികൾ സ്കൂളിൽ എത്തിക്കാൻ കഴിഞ്ഞു. അഭ്യസ്തവിദ്യരായ പട്ടികവർഗക്കാർക്ക് ജോലി ലഭിച്ചു. കഴിഞ്ഞ 9 വർഷമായി ഈ ജോലി ആശ്രയിച്ചാണ് ആദിവാസി കുടുംബങ്ങൾ കഴിയുന്നത്. LDF സർക്കാർ പോകുന്നതോട് കൂടിയിട്ട് ഈ പറയുന്ന 241 ആളുകളെ കൂടി ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിരിക്കുന്നു. ആര് സമരം ചെയ്യാനല്ലേ? നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ 241 ആളുകളെ നിയമിച്ച വിവരം നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞായിരുന്നോ? അറിയില്ല. അതങ്ങനെയാണ്. അത്തരം വിവരങ്ങളൊന്നും പുറത്തേക്കെത്തില്ല. കാരണം ഈ 241 ആദിവാസി വിഭാഗത്തിൽ തന്നെയുള്ള വിവരം വിദ്യാഭ്യാസമുള്ള അഭ്യസ്തവിദ്യരായിട്ടുള്ള അത്തരം ആളുകളെ നിങ്ങളെ കുലത്തൊഴിലൊന്നും ചെയ്യേണ്ട, നിങ്ങൾ അധ്യാപകരായിട്ട് ജോലി ചെയ്യൂ, നിങ്ങളെ വിഭാഗത്തിൽ തന്നെ പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികളെ അവരെ പഠിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർക്ക് ജോലി കൊടുത്തത് ഈ പറയുന്ന പിണറായി വിജയൻ ഗവൺമെന്റ് ആണ്. ധാർഷ്ട്യമുള്ള, അഹങ്കാരമുള്ള പിണറായി വിജയൻ ഗവൺമെന്റ് ആണ് ആ ഒരു പ്രവൃത്തി ചെയ്തത്. എനിക്ക് 100% ഉറപ്പുണ്ട്, എന്റെ വീഡിയോ കാണുന്ന ആരും ഇങ്ങനത്തെ ഒരു അധ്യാപന നിയമനം നടന്നിട്ടുണ്ട്. ഇത് പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്, ഇത് കൈയടിക്കേണ്ടതാണ്. കയ്യടിയോട് കൂടിയിട്ട് ഈ ഗവൺമെന്റിനെ ഏറ്റവും നല്ല പരിപാടി എന്ന രീതിയിൽ ഇത് ജനങ്ങൾ അറിയിക്കേണ്ടതാണ് എന്ന രീതിയിൽ ഒരു വാർത്താ മാധ്യമങ്ങളും ഒരു ചാനലുകളിലും ഈ 241 അധ്യാപകരെ നിയമിച്ച വാർത്ത നിങ്ങൾ കണ്ടിട്ടില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. കാരണം അതാണ് ഈ മാധ്യമങ്ങൾ എടുക്കുന്ന ചില ഇരട്ടത്താപ്പുകൾ. പച്ചയ്ക്കായ തന്നെയാ, വേറെ ഒന്നുമല്ല. ഇരട്ടത്താപ്പ്, തണ്ടിത്തരം, നാറിത്തരം എന്നൊക്കെ എന്തൊക്കെ വർത്തമാനം പറയാവോ അതൊക്കെ നമുക്ക് ആ ഒരു മാധ്യമങ്ങളുടെ സ്വഭാവത്തിന് ചേർത്ത് പറയാം. കാരണം ഇത് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും ഗംഭീരമായിട്ടുള്ള പരിപാടിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ കൊഴിഞ്ഞു പോകാനുള്ള ഒരു കാരണം
ഒരു പക്ഷേ ആ ഒരു വിഭാഗത്തിൽ പെടുന്നതല്ലാത്ത ആളുകൾ പഠിപ്പിക്കാൻ പോകുമ്പോഴൊക്കെ ഉണ്ട്. കാരണം അവർക്ക് പലതും അപ്രാപ്യമാണെന്നേ. അതുകൊണ്ട് തന്നെ ആ വിഭാഗത്തിൽ തന്നെയുള്ള അധ്യാപകർ അവിടെ ഉണ്ടാവുമ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള ഭാഷയിൽ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കും. അതിന്റെ ഭാഗമായിട്ട് അവർക്ക് മെല്ലെ ഉയർന്നു വരികയും അവർ സ്കൂളുകളിലേക്ക് പോയിട്ട് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാവുകയും അതിനുള്ള ധൈര്യം അവർക്ക് കൈവരുകയും ചെയ്യും. അത്രയേറെ നിഷ്കളങ്കരായിട്ടുള്ള മനുഷ്യരാണ് അവർ. അതിനു വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് കണ്ടെത്തിയത്, ശരി ആ വിഭാഗത്തിൽ തന്നെയുള്ള അധ്യാപകരുണ്ടാവട്ടെ. നോക്ക്, ഇതിന്റെ ഭാഗമായിട്ട് 241 കുടുംബമാണ് അത്യാവശ്യം ഹാപ്പി ആയിട്ട് ജീവിച്ചിരുന്നത്. 241 കുടുംബമാണ് ജീവിച്ചിരുന്നത് ഹാപ്പി ആയിട്ട്. ഇനി അത് ഹാപ്പിയാണല്ലോ എന്ന് ആ 241 പേരടക്കമുള്ള ആളുകൾ നിങ്ങൾ കാണൂ. ഞങ്ങളെ പിന്നോക്കം കുട്ടികൾ വീട്ടിലേക്ക് പോകണം. നിങ്ങൾക്കറിയാം, ഞങ്ങൾ ഇനി നാളെ മുതൽ ഇതിലൊരു തീരുമാനം ആയില്ല എങ്കിൽ ഞങ്ങൾ രാപ്പകൽ നിരാഹാര സമരത്തിലേക്ക് തന്നെ പോവുകയാണ്. ഞങ്ങളെ കുഞ്ഞുങ്ങളെ ഞങ്ങൾ ഇവിടെ കൊണ്ടുപോയിരുത്തും. ഞങ്ങളെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകേണ്ട കാര്യമില്ല, വിദ്യാലയത്തിലേക്ക് പോകേണ്ട കാര്യമില്ല. മുൻകാലത്ത് അയ്യങ്കാളിയൊക്കെ സമരം നടത്തി നമ്മളെ പഞ്ചമിയെ സ്കൂളിൽ എത്തിച്ചതുപോലെ ഇനി പഞ്ചമികളെല്ലാം കൂടെ പൊതുനിരത്തിലേക്ക് ഇറങ്ങട്ടെ. ഞങ്ങൾക്ക് കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ കഴിയാനുള്ള സൂപ്പർ സൂപ്പർ സൂപ്പർ, അതും ഇതും ഒക്കെ കുട്ടികൾക്ക് ഓരോ അടിപൊളി അടിപൊളി സംസാരം. എന്റെ സുഹൃത്തുക്കൾ, അതേ വിഭാഗത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയാണ്, ഒരു ടീച്ചറാണ് ഈ സംസാരിക്കുന്നത്. പഞ്ചമിമാരാണ് ഞങ്ങൾ എന്ന് പറയാണ്. ഞങ്ങൾ പഞ്ചമിമാരാണ്. പഞ്ചമി ആരെന്നൊക്കെ ഞാൻ അറിയാത്ത വല്ല ആൾക്കാരുണ്ടോ എന്ന് അറിയില്ല കേട്ടോ. അതറിയാത്ത ആൾക്കാരുണ്ടാവില്ല. ശരി, ഞാൻ അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ആരാണ് പഞ്ചമി എന്ന കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ താഴത്തൊരു മറുപടി എഴുതിയിടുകയാണെങ്കിൽ, ചോദ്യം എഴുതിയിടുകയാണെങ്കിൽ ഞാൻ മറുപടി തരാം, വിശദീകരിക്കുന്നില്ല. എന്തായാലും അങ്ങനെ പഞ്ചമിമാരാണ് ഞങ്ങൾ ഇനി എന്ത് ചെയ്യാം, ഞങ്ങളെ മക്കളെ കൂടി കൊണ്ടുവന്ന് സമരം ചെയ്യാം, ഞങ്ങളോട് ജോലിക്ക് വരണ്ടെന്ന് പറഞ്ഞിരിക്കുന്നു. ബാക്കി കളക്കണം. വാങ്ങിക്കൊടുക്കാൻ ഞങ്ങൾക്ക് പ്രാപ്തരല്ലെങ്കിൽ കുട്ടികൾ എങ്ങനെ സ്കൂളിൽ പോകും? എല്ലാ സമയത്തിന് കിട്ടണോ? ഇപ്പൊ കൊടുക്കുമായിരിക്കും, നമ്മൾ എന്തോ ആവട്ടെ, നമ്മൾ സർക്കാർ കൊടുക്കും. അതിനൊരു ഒരു സമയ ബന്ധിതമില്ല, ഓരോന്നിനും ഓരോ സമയം. നമ്മുടെ കുട്ടികൾ ഇപ്പൊ സ്കൂൾ തുറന്ന പാടെ പണ്ടത്തെ പോലത്തെ മുണ്ടു കൊടുത്ത് ഒരു തോർത്തും മറിച്ച് പോകാൻ പറ്റുമോ? മറ്റു കുട്ടികളെ പോലെ തന്നെ അവരെന്ത് പഴിച്ചു. അപ്പൊ അതുകൊണ്ട് തന്നെ അടുത്ത ദിവസം മുതൽ നമ്മുടെ കുട്ടികൾ ഇപ്പോഴും വീട്ടിൽ തന്നെയാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ കണക്കുകൾ ചിലപ്പോൾ സൈറ്റിൽ എത്തിയേക്കാം. ഇപ്പൊ 6ാം പ്രവൃത്തി ദിവസമാണ് തിങ്കളാഴ്ച വരുന്നത്. കണക്കുകൾ ചിലപ്പോൾ സൈറ്റിൽ എത്തിയേക്കാം. പക്ഷെ നമ്മുടെ കുട്ടികളൊക്കെ ഇപ്പോഴും വീടുകളിലാണ്. നമ്മുടെ കുട്ടികൾ വീടുകളിലല്ല. ഇനി അടുത്ത ദിവസം ഈ നിരാഹാര പന്തലുണ്ടാവും. അതിനെതിരെ ആര് പ്രതിഷേധിച്ചാലും ഞങ്ങളതിന് എങ്ങനെയുണ്ട് എന്റെ പ്രിയ സുഹൃത്തുക്കളെ? സ്കൂൾ തുടങ്ങിയിട്ട് നമ്മുടെ നാട്ടിലെ കുട്ടികളെല്ലാം സ്കൂളിൽ പോക്ക് തുടങ്ങി. അപ്പോഴും ആദിവാസി വിഭാഗത്തിലെ കുട്ടികൾ കഴിഞ്ഞ 6 ദിവസമായിട്ട് സ്കൂളിലേക്ക് എത്തിയിട്ടില്ല. അവരെ പഠിപ്പിക്കാൻ, അവരുടെ കാര്യങ്ങൾ നോക്കാൻ ആരെയാണ് നിശ്ചയിച്ചിട്ടുള്ളത്? ഈ VD സതീശൻ മേനോൻ ഗവൺമെന്റ്. പറയൂ, VD സതീശൻ മേനോൻ ഗവൺമെന്റ് ആരെയാണ് അവിടെ നിശ്ചയിച്ചിട്ടുള്ളത്? എന്തിന്റെ പുറത്താണ്, എന്ത് ആശയത്തിന്റെ പുറത്താണ് അത്തരം കുട്ടികൾ പഠിക്കേണ്ട എന്ന് ഇദ്ദേഹം തീരുമാനിക്കുന്നത്? എന്ത് ആശയത്തിന്റെ പുറത്താണ്? VD സതീശൻ മേനോൻ ആയതുകൊണ്ടാണോ? ആ ഒരു തോന്നലുള്ളത് കൊണ്ടാണോ ആദിവാസി കുട്ടികളൊന്നും പഠിക്കേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത്? നമുക്കൊരു ദളിത് മന്ത്രി ഉണ്ടെന്നേ, എന്നാത്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കഴിഞ്ഞ ദിവസം ഒരു BJP-കാരൻ, ഒരു MLA കുട്ടികൾക്ക്, അതും ഇതേപോലുള്ള ജാതിയിൽ താഴ്ന്നു എന്ന് പറയപ്പെടുന്ന കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനത്തില് മിഠായി കൊടുക്കാൻ വേണ്ടി വന്നപ്പോൾ എറിഞ്ഞു കൊടുക്കുക ചെയ്തേ. ഇതെന്താ 19ാം നൂറ്റാണ്ടോ? 19ാം നൂറ്റാണ്ടിലെ കേരളമൊക്കെ മാറിയില്ലെന്നേ. കുഴി കുത്തിയിട്ട് കഞ്ഞി കുടിക്കുന്ന കാലൊക്കെ മാറിയില്ലെന്നേ. എന്നിട്ട് ഈ മന്ത്രിക്ക് അതിനെതിരൊന്നും പ്രതികരിക്കാൻ കഴിഞ്ഞില്ല. 3-4 ദിവസം കഴിഞ്ഞിട്ട് ഒരു അഴകുഴമ്പൻ വർത്തമാനം പറഞ്ഞിരിക്കുന്നു. ദളിതർക്ക് വേണ്ടി നിൽക്കുന്ന മന്ത്രിയാണെന്നൊക്കെ. മഹാദുരന്തം, കഷ്ടം. ബാക്കി കേൾക്കണം. ഏറ്റവും മരണം വരെ നമ്മൾ പിന്നോട്ട് പോവില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ഈ നിയമനം നടത്തട്ടെ. എന്താന്ന് വെച്ചാൽ നമുക്ക് എല്ലാ വർഷവും നമുക്ക് അധ്യയന വർഷം തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് അതിന് മുന്നോടിയായി ഒരു ഓർഡർ ഇറങ്ങുമായിരുന്നു. അതായത് മഴക്കാല ശുചീകരണവുമായി ബന്ധപ്പെട്ട് ഒരു ഓർഡർ ഇറങ്ങും, ഇന്നെന്ന കാര്യങ്ങൾ വിദ്യാലയത്തിൽ ചെയ്യണം. അതിന്റെ ഒരു സബ് പോയിന്റുമായിട്ട് ഇറങ്ങുമായിരുന്നു. ഗോത്രബന്ധു അധ്യാപകരും ജൂൺ 1-ാം തീയതി തന്നെ വിദ്യാലയത്തിലെത്തി വേണ്ട നടപടികൾ ചെയ്യണം എന്നുള്ളത്. ആ ഒരു സബ് പോയിന്റിൽ വെച്ചിട്ടാണ് ഞങ്ങൾ ജൂൺ 1 വിദ്യാലയത്തിൽ കയറിക്കൊണ്ടിരുന്നത്. പക്ഷെ ഈ വർഷം അങ്ങനെ ഒരു ഓർഡർ അല്ല ഇറങ്ങിയിരിക്കുന്നത്. വന്നിരിക്കുന്നത് നിലവിലുള്ള നിങ്ങളെ പിരിച്ചുവിട്ടിരിക്കുന്നു, ഇനി ഒരു ഉത്തരവ് ഉണ്ടാവുന്നത് വരെ തുടരേണ്ടതില്ലാണ്. ഞങ്ങളെ വിദ്യാലയത്തിൽ നിന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ ഹെഡ് ഉദ്യോഗസ്ഥർക്ക്, നമ്മളെ ഹെഡ് മാസ്റ്റർക്ക് ഒന്ന് ആലോചിച്ച് നോക്കടോ. ഗോത്രബന്ധു കുട്ടികൾ പഠിക്കേണ്ടതില്ല, ആദിവാസി കുട്ടികൾ പഠിക്കേണ്ടതില്ല,
ഒരു മുന്നറിയിപ്പും ഇല്ലാതെ അങ്ങോട്ട് ഗവൺമെന്റ് പറയണം ഇത്തരം കുട്ടികളൊന്നും പഠിക്കണ്ട, ഇവരൊന്നും പഠിക്കാൻ അർഹരല്ല. ഇതാണ് ഞാൻ ചിലപ്പോഴൊക്കെ പറയുന്നത്. ഇവിടെ ദളിതരായിട്ടുള്ള പാവപ്പെട്ടവരായിട്ടുള്ള ആളുകൾക്കൊക്കെ അഭിമാനത്തോടുകൂടി ആത്മാഭിമാനത്തോടുകൂടി ജീവിതം മുന്നോട്ട് നയിക്കണമെങ്കിൽ ഇടതുപക്ഷം വേണം. ഇതും ഇവിടെ ഇത്തരം മാധ്യമങ്ങൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഈ വാർത്തകൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത്. അല്ലെങ്കിൽ ഇതൊരു പട്ടിക്കുഞ്ഞറിയാൻ പോകുന്നില്ല. ഇത്തരം ആളുകളെ പിരിച്ചുവിട്ടത് ഒരു പട്ടിക്കുഞ്ഞറിയാൻ പോകുന്നില്ല. ഇങ്ങനത്തെ ഒരു മഹത്തായ കാര്യങ്ങൾ 241 അധ്യാപകർക്ക് ജോലി കൊടുത്തിട്ടുണ്ട്. ആ 241 ആളുകളും ദളിതരാണ്, അല്ലെങ്കിൽ ആദിവാസികളാണ്. അത് ഒരുപക്ഷെ ഇന്ത്യയിൽ കേരളത്തിലൊരു വണ്ടർ വാർത്തയാണ്. അത്തരമൊരു വാർത്ത പോലും നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കാത്ത മാധ്യമങ്ങൾ ഇവരെ പിരിച്ചുവിട്ടതും എത്തിക്കത്തില്ല എന്നുള്ളതാണ്. ഞാൻ അധികം സംസാരിക്കുന്നില്ല. എല്ലാവർക്കും നല്ല നമസ്കാരം. ബൈ.